ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലർ ബി അശോകിന്റെ വീട്ടിലേക്ക് SFI പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് SFI പ്രവർത്തകരെ അവിടെ തടഞ്ഞിട്ടുണ്ട്. അത് പോലീസിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇന്ന് മണ്ണുത്തി സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പോഴിതാ VC-യുടെ വീട്ടിലേക്ക് SFIയുടെ പ്രതിഷേധം. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പ്രതിഷേധത്തിന് മറ്റു ചില മാനങ്ങളുണ്ട്. പക്ഷേ ഫീസ് വർധന ഒരു വസ്തുതയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, രാഷ്ട്രീയമായി തന്നെ SFI അതിനെ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ASF-ന്റെയും AIF-ന്റെയും വലിയ പ്രതിഷേധം PM ശ്രീ പദ്ധതി ഒപ്പിട്ട വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും CPI മന്ത്രിമാരടക്കം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനിരിക്കുകയാണ്. ഇന്ന് അതിന്റെ, അതായത് ഈ കാർഷിക സർവകലാശാലയിലെ വിവിധ പ്രോജക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫീസ് വർധനവ് ഏകദേശം 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിക്കുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ ഒരു വിദ്യാർത്ഥി TC വാങ്ങി പോകുന്നു. അതൊക്കെ തന്നെ വിവാദമാകുന്നു. ഒരു രാഷ്ട്രീയമായി തന്നെ CPI ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM ഏറ്റെടുക്കുന്നു. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ സർവകലാശാലയുടെ VC-യുടെ വീട്ടിലേക്ക് തന്നെ ബി അശോകിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തൃശ്ശൂർ നടന്ന മാർച്ച് സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. അവിടെ പോലീസുമായി വലിയ രീതിയിലുള്ള മതിലൊക്കെ ചാടിക്കടന്ന് SFI പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ അവിടെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു സംഘർഷഭരിത അന്തരീക്ഷമല്ല. കുട്ടികൾ SFI പ്രവർത്തകർ അവിടെ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. രാവിലെ നമ്മൾ കണ്ടതാണ് മണ്ണുത്തിയിലെ സർവകലാശാല ആസ്ഥാനത്ത് വലിയ സംഘർഷമായിരുന്നു. ഇപ്പോൾ സർവകലാശാല VC-യുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് SFIയുടെ പ്രതിഷേധം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ചേർത്ത് വയ്ക്കാവുന്ന SFIയുടെ ഒരു നീക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.